കണ്ണൂർ സർവകലാശാല സെനറ്റ് അംഗം ഡോക്ടർ ഷിനു പി ജോസ് കൂടി ചേരുന്നു. ശ്രീ ഷിനു, താങ്കൾ അറിഞ്ഞു കാണും എന്നാണ് കരുതുന്നത്. കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസിനെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ പുതുമയൊന്നുമില്ല. പക്ഷേ ഇത്തരം അതിക്രമങ്ങളുമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, അതുപോലെ SFI പ്രവർത്തകർ, DYFI പ്രവർത്തകരൊക്കെ മുന്നോട്ട് പോവുകയാണ്. ഇവരെ പിടിച്ചു കെട്ടാൻ ആരുമില്ല എന്നുള്ളതാണ് നേരത്തെ ഇവിടെ സംസാരിച്ച കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൽ സലാമും അതുപോലെ കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം RS ശശികുമാറും കൃത്യമായി പറഞ്ഞു. സിൻഡിക്കേറ്റ് കൂടുമ്പോൾ മാത്രമേ അംഗങ്ങൾക്ക് അധികാരമുള്ളൂ, അതിനപ്പുറത്തേക്കൊരു അധികാരം അവർക്ക് ഇല്ല എന്ന്. പക്ഷേ ഇവിടെ രജിസ്ട്രാറെ തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, ഞങ്ങൾ വിചാരിക്കുന്ന പോലെ സർവകലാശാല വൈസ് ചാൻസലർ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നൊക്കെ തിട്ടൂരമിറക്കിയാൽ അതിനെ എങ്ങനെ നേരിടും? സിസ തോമസിനെ ഒരു വൈസ് ചാൻസലർ പദവിയിൽ കാണുമ്പോൾ അത് നിലവിലുള്ള രജിസ്ട്രാറിനെ സസ്പെൻഡ് ചെയ്ത ആ വിവാദമൊന്നും കാണേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ കൂടി എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുകൊണ്ട് സിസ തോമസിനെ കാണുമ്പോൾ ഇടതുപക്ഷക്കാർക്ക് അപ്പോൾ തന്നെ അവരുടെ വിപ്ലവാത്മകത ഇറങ്ങും. ആലോചിച്ച് നോക്കണം, രാഷ്ട്രീയ പകപോക്കോടെ സിസ തോമസിന്റെ പെൻഷനും ആനുകൂല്യങ്ങളും സർക്കാർ വർഷങ്ങളോളം തടഞ്ഞു വെച്ചതിന് ശേഷം കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ തിരിച്ചടി നേരിട്ടതിന് ശേഷം മാത്രമാണ് ഈ ആനുകൂല്യങ്ങൾ നൽകിയത്. കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകിയ കേസിൽ സുപ്രീം കോടതി നൽകിയ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഗവർണർ സ്വതന്ത്രമായി കേരളത്തിൽ വൈസ് ചാൻസലർമാരെ നിയമിച്ചു വരുന്നത്. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉൾപ്പെട്ട വൈസ് ചാൻസലർമാരുണ്ട്. ഇടതുപക്ഷക്കാരുമുണ്ട്, കോൺഗ്രസുകാരുമുണ്ട്, BJP സംവിധാനത്തിലുള്ളവരുമുണ്ട്, ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ഒന്നുമില്ലാത്തവരുമുണ്ട്. ഗവർണർ സ്വതന്ത്രമായിട്ട് തന്നെയാണ് നിയമിക്കുന്നതാണ് എന്റെ പക്ഷം. ഇവരിങ്ങനെ ചാരിത്ര്യ പ്രസംഗം നടത്തുമ്പോൾ ആലോചിക്കേണ്ടത് ഇടതുപക്ഷ നേതാക്കളെയും ഭാര്യമാരെയും, എത്ര ഭാര്യമാരെയാണെന്ന് ആലോചിച്ച് നോക്കണം. വൈസ് ചാൻസലർമാർ മുതൽ രജിസ്ട്രാർമാർ മുതൽ അങ്ങനെ തുടങ്ങി അസോസിയേറ്റ് പ്രൊഫസർമാർ വരെയുള്ള തസ്തികകൾ തിരുകിക്കയറ്റി ഇടതുപക്ഷവൽക്കരണം എല്ലാ നിയമനങ്ങളിലും നടത്തിയവരാണ് CPM. ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളും ഈ SFIക്കാരും ആലോചിക്കേണ്ടത്, SFIക്കാർ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നു എന്ന് സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ മടത്തിൽ രമയ്ക്ക് കഴിഞ്ഞ ഒരു വർഷമായി ഗ്രാറ്റുവിറ്റി തടഞ്ഞു വെച്ചിരിക്കുന്ന കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റാണ്. മുഴുവൻ ആളുകളും കണ്ണൂർ സർവകലാശാല നോമിനേറ്റഡ് സിൻഡിക്കേറ്റ് ഇടതുപക്ഷക്കാരാണ്. അവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇവർക്ക് നാണമുണ്ടോ? ഇവര് പറയുന്നത് ഈ ഇടതുപക്ഷം നിയമിച്ച രജിസ്ട്രാറിനെ മോഹൻ കുന്നുമ്മൽ പുറത്താക്കിയത് കൊണ്ടാണെങ്കിൽ അതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ മോഹൻ കുന്നുമ്മൽ വന്നതിന് ശേഷം അദ്ദേഹത്തിനോട് പ്രതിഷേധം രേഖപ്പെടുത്തുക. ഒരു വനിതയായ വൈസ് ചാൻസലർ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുവാൻ കേരള സർവകലാശാലയിൽ വരുമ്പോൾ ഇങ്ങനെ തോന്നുംപടി അവരുടെ പ്രതിഷേധ പ്രകടനം നടത്തിക്കഴിഞ്ഞാൽ കേരളത്തിലെ അക്കാദമിക് സമൂഹം മുഴുവൻ അന്തംകമ്പികളാണെന്ന് ഇവർ വിചാരിക്കരുത്. ഇത്രയും എനിക്ക് ഇതിനകത്ത് അഭിപ്രായപ്പെടുവാനുള്ളൂ. വളരെയധികം നന്ദി ഡോക്ടർ ഷിനു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.